ഹലോ ഗായ്സ്, പൂര സീസൺ അല്ലേ? നമുക്കൊരു പൂരം കണ്ടിട്ട് വന്നാലോ? അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ അമ്മയുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള അരയമ്പറമ്പിലെ 3 ദിവസത്തെ ഉത്സവത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെയ്യം ഉണ്ടായിരുന്നു, തിറ ഉണ്ടായിരുന്നു, ശിങ്കാരിമേളം ഉണ്ടായിരുന്നു, പിന്നെ DJ പ്രോഗ്രാം ഉണ്ടായിരുന്നു, കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. എനിക്ക് ചിലതിൻ്റെ ഒന്നും പേരൊന്നും അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ടത് കാവടിയാണ്. കാവടിക്കാരുടെ കൂടി ഇങ്ങനെ സ്റ്റെപ്പ് വെക്കാൻ തോന്നുന്നു. അമ്മാതിരി സ്റ്റെപ്പായിരുന്നു അവർ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ സ്റ്റെപ്പ്, കുറേ കുട്ടികൾ കൈകൊട്ടിക്കളി. അവരുടെ എനർജി ഒന്നും പറയാൻ പറ്റില്ല. അമ്മാതിരി തകർപ്പൻ പരിപാടിയായിരുന്നു അവരുടേത്. അതിനുശേഷം ഞങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കുറേ സ്റ്റെപ്പൊക്കെ വെച്ചു. വിളക്ക് മഹോത്സവത്തിൽ വിളക്കുകൾ ഉണ്ടാവണമല്ലോ, അങ്ങനെയാണല്ലത്. അപ്പോൾ ഈ കറങ്ങുന്ന വിളക്കുകൾ ഉണ്ടായിരുന്നു. ആ വിളക്കുകൾ കറങ്ങുന്നതിനോടൊപ്പം ചില ദൈവങ്ങളുടെയൊക്കെ ശില്പങ്ങളും ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കിങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് രസമായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞങ്ങൾ 3 പേരും കൂടെ നേരെ പോയത് ഐസ്ക്രീം കടയിലേക്കാണ്. അവരവർക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ട് പിന്നെ തെര നടന്നു. അങ്ങനെ ആളും ബഹളമായിട്ട് ഫസ്റ്റ് ഡേ പോയതേ അറിഞ്ഞില്ല. ഇനി നിങ്ങൾ നേരെ പോകുന്നത് സെക്കൻഡ് ഡേയിലേക്കാണ്. സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ആനകളെ കാണാൻ ഞാനും കണ്ണുകൊണ്ട് രാവിലെ തന്നെ പൂരപ്പറമ്പിലെത്തി. ഈ നടന്നു വരുന്നവനാണ് തെച്ചിക്കോട് ദേവിദാസൻ. ഇവനാണ് തിടമ്പെടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. പിന്നീട് വൈകിട്ട് ആനപ്പറയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും ആൻറ്റിയും വല്യമ്മയൊക്കെ ആനയ്ക്ക് പഴമൊക്കെ കൊടുത്തു. നമ്മുടെ വീഡിയോ കുറേ പ്രവാസികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരും വിഷമിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഇനി നാട്ടിൽ വരുമ്പോൾ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കാൻ കഴിയട്ടെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂരവിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ വർണ്ണമഴ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ മേളിൽ പോയിട്ട് പൊട്ടി ഇങ്ങനെ വിരിഞ്ഞ് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെ വർണ്ണമഴയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങളുടെ പൂരവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇതുപോലെ വീടിൻ്റെ അടുത്ത അമ്പലത്തിലൊക്കെ ഉത്സവം ഉള്ളപ്പോൾ ഉത്സവമൊക്കെ പോയി കണ്ട് അടിച്ചു പൊളിക്കണം. അപ്പോൾ ഞങ്ങളിനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.